ജോർ മീഡിയ ദ എക്കോ ചേംബറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രേണു സെറ്റ്. യാഹൂദി ബോയ്സ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒരു റിയൽ സ്റ്റോറിയെ ആസ്പദമാക്കി എഴുതിയതാണ്. അതായത് ഒരു മകൻ തൻ്റെ അമ്മയെ വഞ്ചിച്ച കാമുകനെ തേടി പോകുന്ന ഒരു കഥ. ഒരു റിയൽ സ്റ്റോറിയിൽ നിന്നാണ് യാഹൂദി ബോയ്സ് എന്നൊരു പുസ്തകം ഉണ്ടാകുന്നത്. ഇതിന് പിന്നിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ കഥ ആദ്യം പറയാം. സിൽവിയ എന്നൊരു ഡെന്റൽ ഡോക്ടർ, വിദേശത്താണ് ഈ കഥ നടക്കുന്നത്. സിൽവിയ എന്ന് പറയുന്ന ഒരു ഡെന്റൽ ഡോക്ടർ, അവർക്കൊരു 50 വയസ്സുണ്ട്. ഭർത്താവുമായി പിരിഞ്ഞ് കഴിയുകയാണ്. അവർക്കൊരു 3 മക്കളുണ്ട്. ആദ്യത്തെ മകൻ ആർമിയിൽ ആണ്, രണ്ടാമത്തെ മകൻ പത്രപ്രവർത്തകനാണ്, മൂന്നാമത്തെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ ഹസ്ബൻഡ് സിൽവിയെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോവുകയാണ്. പോയി കഴിയുമ്പോൾ ഭയങ്കരമായ ഒറ്റപ്പെടൽ, അതായത് ഭർത്താവിനെ ഭയങ്കരമായി സ്നേഹിച്ചിരുന്ന സ്ത്രീയായിരുന്നു അവര്. അപ്പോ ഭയങ്കരമായ ഒരു ഒറ്റപ്പെടലിലേക്ക് അവര് പോയി. അവര് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞത്, അതായത് അവരുടെ അമ്മ, സിൽവിയയുടെ അമ്മ വയസ്സായിരിക്കുന്നത് വരെ അമ്മയെ നോക്കി, എന്റെ സഹോദരിക്ക് വയ്യാതായി അവസാനം വരെ എന്റെ സഹോദരിയെ നോക്കി, ഞാൻ എന്റെ മക്കളെ നോക്കി. പക്ഷെ എനിക്ക് ജീവിതം എവിടെയാണ്? എനിക്ക് ജീവിക്കണം, എനിക്ക് സന്തോഷമില്ല. അതായത് എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എല്ലാ സമയവും ഞാൻ ചെലവഴിച്ചു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയി, എനിക്ക് പക്ഷെ സന്തോഷം എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ മകൻ കാർലോസിന് ഇത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. കാർലോസ് അമ്മയുടെ അടുക്കെ ഇരിക്കുകയും അമ്മയുടെ കഥകളൊക്കെ പറഞ്ഞ് അമ്മയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മ സ്വയം ഒരു ഡിപ്രഷനിലാണെന്ന് കാർലോസ് മനസ്സിലാക്കി. അമ്മ ഈ ഡിപ്രഷനിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ ഒരു വഴി കണ്ടുപിടിച്ചു. വഴി എന്ന് വെച്ചാൽ ഒരു ഡേറ്റിംഗ് ആപ്പിലേക്ക് അമ്മയെ സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ വിദേശത്ത് സർവ്വസാധാരണമാണല്ലോ. അപ്പൊ ഈ ഡേറ്റിംഗ് ആപ്പിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരാളോട് അമ്മ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുക, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിവാഹം കഴിക്കുക. അതായത് കാർലോസ് വിചാരിച്ചത് അമ്മ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. വളരെ പക്വതമായ സ്ത്രീയാണ്. കാർലോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ മാന്യതയുള്ള സ്ത്രീയുമാണ്. അപ്പോൾ ഡേറ്റിംഗ് ആപ്പിൽ പോകുന്നു. അങ്ങനെ ബ്രയാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നു. പുള്ളി പറയുന്നത്, ഞാൻ സിറിയയിലുള്ള മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് ഇത് കണക്ക് ഫാമിലി ഒന്നുമില്ല. അങ്ങനെ ഇത് രണ്ടുപേരും ഇവരുടെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും പ്രണയിക്കുകയും ചെയ്തു. വളരെ അഗാധമായി സിൽവിയ ബ്രയാനെ പ്രണയിക്കുകയാണ്. ഓരോ പ്രാവശ്യം അവർക്ക് അയച്ച മെസ്സേജുകളിലും അവരുടെ ഒറ്റപ്പെടലുകൾ കുറഞ്ഞു വരുന്നതായി സിൽവിയയ്ക്ക് മനസ്സിലായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സിൽവിയയ്ക്ക് ബ്രയാനെ പിരിഞ്ഞ് ഇരിക്കാൻ മേലാത്ത ഒരവസ്ഥയായി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കാർലോസ് മക്കളെ 3 പേരെയും മക്കളിൽ നിന്ന് കുറെ അമ്മ അകലാൻ തുടങ്ങി. അവരുടെ ലോകം ചുരുങ്ങി ബ്രയാനിലേക്ക് മാത്രമായി. അത് പ്രണയത്തിന് വയസ്സൊന്നുമില്ലല്ലോ, 50 വയസ്സ് 60 വയസ്സൊന്നും ഇല്ലല്ലോ. പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വളരെയധികം സ്വപ്നങ്ങൾ കാണും, ലോകം മനോഹരമായി തോന്നും. സിൽവിയയ്ക്കും അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടാവുക. നമുക്ക് തോന്നും ഇതൊരു 50 വയസ്സല്ലേ, വയസ്സായ ഒരു പ്രണയത്തെ ഇത്ര മാസൂറ്റിയൊന്നും. അങ്ങനെയൊന്നുമില്ല, പ്രണയത്തിന് ഇപ്പോഴും മാധുര്യമാണ്. പിന്നീട് ആവശ്യപ്പെടുന്നത് കാർലോസിനോട് പറയുന്നു, ബ്രയാൻ ഇവിടെ വരുന്നു, ഞങ്ങൾ വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അത് കാർലോസിന് 3 മക്കൾക്കും സമ്മതമായിരുന്നു. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം ചാറ്റുകൾ ഭയങ്കര ഇമെയിലാണ് ഇവർ ചെയ്യുന്നത്. ഒരിക്കൽ പോലും രണ്ടുപേരും വീഡിയോ കോൾ സംസാരിച്ചിട്ടില്ല, അത് തന്നെ ഈ മകന് ഭയങ്കര സംശയം ഉണ്ടാക്കി. ഈ മകൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് 2 മോതിരം വേണം, ഞങ്ങൾ മോതിരം മാറി വിവാഹം കഴിച്ച് അദ്ദേഹത്തിന്റെ സിറിയയിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറയും. അതിപ്പോ 1 മാസം കഴിയുമ്പോഴാണ് സിൽവിയ പറയുന്നത്, ബ്രയാൻ പറയുന്നു, സ്വർണ്ണ കട്ടി അദ്ദേഹത്തിന് കിട്ടി, അത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഇവിടേക്ക് വരണം എന്ന് പറയുമ്പോഴത്തേക്കും മകൻ കാർലോസിന് സംശയം തോന്നുകയാണ്. അമ്മയുടെ ഇമെയിൽ എല്ലാം ചെക്ക് ചെയ്യുന്നത്. കാരണം ഈ സിൽവിയ എല്ലാ കാര്യവും ഈ ഭക്തപ്രവർത്തനായ മകനോട് ഷെയർ ചെയ്യാറുണ്ട്, ഒന്നും മറച്ചു വയ്ക്കത്തില്ല, എല്ലാം ഷെയർ ചെയ്യും. അമ്മയും മകനും തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യവും. അപ്പോൾ അവിടെ ഒരു സംശയം തോന്നി. അപ്പൊ ഈ IP അഡ്രസ്സ് തപ്പി പോവുകയാണ്. കാർലോസ് IP അഡ്രസ് നൈജീരിയയിലാണ് ഈ IP അഡ്രസ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് സിറിയയിൽ താനൊരു മിലിറ്ററി മാൻ ആണെന്നുള്ളതാണ്. അപ്പോൾ കാർലോസ് അമ്മയോട് പറയും, ഈ മെസ്സേജുകൾ മൊത്തവും എന്റെ മകൻ കണ്ടു എന്ന് അദ്ദേഹത്തെ അറിയിക്കുക എങ്ങനെയെങ്കിലും.
അതുപോലെ തന്നെ സിൽവിയ എൻ്റെ മകനെ ഞാൻ നമ്മളുടെ ബന്ധവും നമ്മളുടെ സ്നേഹവും നമ്മുടെ മെസ്സേജുകളും എല്ലാം കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മകന് സമ്മതമെന്നുള്ള രീതിയിൽ അമ്മ സംസാരിക്കും. ആ സംസാരിച്ച സമയം മുതൽ മെസ്സേജുകളുടെ എണ്ണം കുറയുകയാണ്. കുറഞ്ഞു ഒരു സമയം മുതൽ മെസ്സേജുകൾ ഇമെയിലുകൾ വരാതെയായി. ഇമെയിൽ വരാതാകുന്ന സമയം മുതൽ സിൽവിയ പ്രാന്തിയാവുകയാണ്. അവരുടെ ചിന്തകളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ബ്രയാനെ കാണാനില്ല, ബ്രയാനെ കണ്ടിട്ടില്ല. അതായത് ബ്രയാന്റെ മുഖം അവൾ വീഡിയോ കോളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഒരു വ്യക്തി എന്ന് വിചാരിച്ച് ആഘാതമായി പ്രണയിച്ചു. അവരുടെ പണ്ടുണ്ടായിരുന്നതിനേക്കാളിലും കൂടുതൽ അവർ ഒറ്റപ്പെടലിലേക്കും നിരാശയിലേക്കും പോവുകയാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മകന് അമ്മയെ നഷ്ടപ്പെടുമോ എന്ന ഭയം തോന്നി. അത് അങ്ങനെ കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറെ വർഷങ്ങളും കടന്നുപോയി. അപ്പോഴാണ് കൊറോണ സമയം വരുന്നത്. ജോലി ആർക്കും ഇല്ല. ആ കൊറോണ സമയങ്ങളിൽ അമ്മ പുലമ്പാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എല്ലാവരെയും നോക്കി, എനിക്ക് ആരുമില്ല. ആ അമ്മ ഭയങ്കരമായ ഡിപ്രഷനിലേക്ക്, ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തുന്നത് മകൻ കാണുകയാണ്. ഇതിൽ നിന്ന് തന്റെ അമ്മയെ രക്ഷിക്കാൻ അവൻ ബ്രയാനെ തേടിപ്പോവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നൈജീരിയയിലേക്ക് ബ്രയാനെ തേടി കാർലോസ് പോകുന്നു. അവിടെ കാർലോസ് കണ്ടെത്തിയ കാഴ്ചകൾ വളരെ വിഷമിപ്പിക്കുന്നതായിരുന്നു. ബ്രയാൻ എന്നൊരു വ്യക്തിയെ തേടി കാർലോസ് നൈജീരിയയിൽ എത്തിയപ്പോൾ അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബ്രയാന്മാരാണ്. അതായത് ഒരു പേരിലല്ല, ഇതാണ് അവരുടെ സ്ഥിരം തൊഴിൽ. സംഘമായി ചേർന്ന് ഓൺലൈൻ മീഡിയ ഡേറ്റിംഗ് ആപ്പ്, മാട്രിമോണി കണക്കത്തെ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ ആപ്പുകൾ വഴി വിഡോ ആയ സ്ത്രീകളെ, പ്രണയിച്ച് പരാജയപ്പെട്ടിട്ട് വീണ്ടും പ്രണയിക്കണമോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ച് ഇവരുടെ ഏറ്റവും വലിയ ഒരു ഇരയെന്ന് പറയുന്നത് ഇച്ചിരി പ്രായമായ സ്ത്രീകളാണ്. അതായത് പ്രണയിക്കപ്പെടാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയത്തുള്ള സ്ത്രീകൾ, നമ്മൾ പറയത്തില്ലേ 40 കഴിഞ്ഞ പ്രണയം പൂത്തില്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തിലുള്ള സ്ത്രീകളെ ഇവര് വലയിലാക്കുക. സ്വന്തമായി ഇവരൊരു ഐഡിയ ഉണ്ടാക്കി, ഒരു ഫോട്ടോ ഉണ്ടാക്കി, ഞാൻ മിലിറ്ററിക്കാരനാണ്, എഞ്ചിനീയർ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഇവരെ സാമ്പത്തികമായിട്ടും അവരിൽ നിന്ന് ഇവർ കാശുകൾ സമ്പാദിക്കാറുണ്ട്. പക്ഷെ ഇതിനേക്കാട്ടിൽ ഇവര് ഗൂഢമായ ഒരു ആനന്ദത്തിലാണ് ഒരു സ്ത്രീയെ സ്നേഹിക്കുക. അവരിവരെ കാണാതാകുമ്പോഴുണ്ടാകുന്ന ഒരു പരിഭ്രമം ഇവരെ പ്രാന്തമായ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നത്. ഈ നൈജീരിയയിലെ ഒട്ടുമുക്കാൽ ചെറുപ്പക്കാരും അങ്ങനത്തെ ഒരു ഇന്റർനെറ്റ് ലോകം തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ 14 വയസ്സുള്ള ഒരു പയ്യനെ കാർലോസ് പരിചയപ്പെടും. അവൻ പറഞ്ഞത് ഇവര് ഇപ്പൊ ഒരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് റിപ്ലൈ ആയിട്ട് ഒരാൾ ഒരു ഗിഫ്റ്റ് അയച്ച് കിട്ടുന്നതിന് ബോംബിങ് എന്നാണ് പറയുന്നത്. അത് പൊട്ടുക, അവരുടെ ആഹ്ലാദം പൊട്ടുകയാണ്. സാമ്പത്തികത്തിനെക്കാട്ടി കൂടുതൽ ഇവർക്ക് ഒരു ലഹരി കണക്കായിട്ട് ഒട്ടനവധി വിഡോ സ്ത്രീകള്, പ്രണയ നൈരാശ്യത്തിൽപ്പെട്ടവരെ ഇവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരൊരാളല്ല, 2,000 പേര് സംഘമായി ഇവർ തൊഴിലാക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് യാഹൂദി ബോയ്സ് എന്ന കഥയിലാണ്. ഈ സംഭവങ്ങളെല്ലാം ഈ മകൻ കാർലോസ് അമ്മയെ ലൈവായി കാണിക്കുകയും അവിടെ തന്നെ കുറേ മാസങ്ങൾ താമസിച്ച് എല്ലാ വിവരങ്ങളും അമ്മയ്ക്ക് കൈമാറി അമ്മയെ വിശ്വസിപ്പിച്ച് അമ്മയെ ആ ഒരു വലിയ ഡിപ്രഷനിൽ നിന്നും വെളിയിൽ കൊണ്ടുവരുന്ന ഒരു റിയൽ സ്റ്റോറിയാണ് യാഹൂദി ബോയ്സ് എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ ആധാരമായ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് റിയൽ സ്റ്റോറിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇത് വിദേശത്തല്ലേ, നമ്മുടെ ഇന്ത്യയിലല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. നമ്മുടെ ഇന്ത്യയിൽ ഓൺലൈൻ മാട്രിമോണിയൽ ഈ ചതി നടക്കുന്നുണ്ട്. ഇത് ഒരു എഞ്ചിനീയർ, ഒരു ഡോക്ടർ, ഞാനൊരു പ്രൊഫസറാണ് എന്നുള്ള രീതിയിൽ ഗൂഗിളിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പോൾ AI വെച്ച് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കൂടുതൽ ഗൂഗിളിൽ നിന്ന് വേറെ ആളുടെ ഐഡന്റിറ്റിയിലുള്ള ഫോട്ടോസുകൾ മോഷ്ടിച്ചെടുത്തിട്ട് അവരൊരു ഐഡി ഉണ്ടാക്കി ആ ഐഡി വെച്ച് ഒരാളുമായിട്ട് സൗഹൃദം തുടങ്ങുന്നു. ഈ മാട്രിമോണിയലിൽ നമ്മൾ വിവാഹത്തിന് വേണ്ടി അച്ഛനും അമ്മയും ഓൺലൈൻ മാട്രിമോണിയലൊക്കെ ഇപ്പം ഇതുണ്ട്. കുട്ടികൾക്ക് നമ്പർ കൊടുക്കാറുണ്ട്. ഈ നമ്പറിൽ വെച്ച് ഇവർ സംസാരിക്കാറുണ്ട്, പെട്ടെന്ന് അടുപ്പത്തിലാകാറുണ്ട്, പ്രണയത്തിലാകാറുണ്ട്. ഇവിടെ ഒരു വലിയ ചതി ഒഴിഞ്ഞിട്ടുണ്ട്. ഈ ചതി എന്താണെന്നാൽ ഈ പറയുന്ന ആള് ഒറിജിനൽ ആയിരിക്കത്തില്ല.
ഈ നല്ല ഒരു സൗഹൃദം ഉണ്ടാക്കുക, അതിനുശേഷം ഒരു പ്രണയത്തിലേക്ക് കൊണ്ടുപോവുക, താൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ലോകം ഉണ്ടാക്കിയെടുക്കുക അവരിലേക്ക്. അതായത് ഈ ചതിക്കാൻ നിൽക്കുന്ന ആളിലേക്ക് ആ ഒരു പെൺകുട്ടിയുടെ ഒരു ലോകം വിശാലമാക്കി എടുത്തതിന് ശേഷം അവരിൽ നിന്ന് എനിക്ക് പണം ആവശ്യമാണ്. പണം ആവശ്യം എന്ന് വെച്ചാൽ എനിക്ക് ഇതുകണക്ക് അസുഖമാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖമാണെന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിക്കാൻ പോണ ആളല്ലേ എന്നുള്ള രീതിയിലാണ്. അത് കണക്ക് തന്നെ ഞാൻ വിദേശത്താണ്, എനിക്ക് ഇത് വലിയ ജോലിയാണ്, ആ വിദേശത്തിൽ നിന്നെയും ഞാൻ കൊണ്ടുപോകുന്നു, അതിനുള്ള പാസ്പോർട്ട് വിസ, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് ഞാൻ പൈസ, നീ എനിക്ക് ഇച്ചിരി പൈസയുടെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ വളരെ മയക്കുന്ന രീതിയിൽ, അവർക്ക് അതിന്റെ തന്ത്രപരമായ രീതികൾ അറിയാം, ആ രീതിയിൽ സംസാരിച്ച് ഇവരിൽ നിന്ന് പൈസ നെറ്റിയെടുക്കുക. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് അയക്കുന്നു, പക്ഷെ ആ ഗിഫ്റ്റ് നിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ ചെക്കിങ്ങിന് ഇത്ര രൂപ വേണം എന്നുള്ള ഒരു രീതിയിൽ പണം സമ്പാദിക്കുക. ഇങ്ങനെ പല രീതിയിൽ ഈ പണം സമ്പാദിച്ചതിന് ശേഷം ഇവരൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുന്നു. അങ്ങനെ ഒട്ടനവധി കേസുകൾ 2025 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അലേർട്ടായി ഇരിക്കണമെന്നും പറയുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഇത് എത്തുന്നുണ്ട്, പക്ഷെ അത്രയധികം ഇരുന്നില്ല, അത്രയധികം ഇതിപ്പോൾ ചർച്ചാ വിഷയം ആകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 1930 സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. നമ്മൾ അങ്ങനെ മാട്രിമോണിയിൽ നമ്മൾക്ക് എന്തെങ്കിലും ഇത് കണക്കുള്ള കബളിപ്പിക്കപ്പെടുകയോ പണം തട്ടിയെടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സൈബർ സെൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമ്മൾക്ക് ബന്ധപ്പെട്ട് നമ്മളുടെ പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ്, നടപടികൾ എടുക്കുന്നതാണ്. ഇത്തരം നമ്മളിപ്പം പലയിടത്തും പറയാറുണ്ട് ഇത്തരം ചതികളെ പറ്റി, ഇതല്ല ഇതിനെക്കാട്ടി വേറെയും പല ചതികളെ പറ്റി പറയാറുണ്ട്. നമ്മളത് ഈസി ആയിട്ട് കണ്ട് നമ്മൾ കടന്നു പോകും. വിശ്വാസം, നിങ്ങൾ എല്ലായിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലായിടത്തും വിശ്വാസമാണ്. നമ്മൾ കണ്ടൊരു പരിചയപ്പെട്ട് രണ്ട് വർത്താനം പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ലോകത്തിലിപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റപ്പെടലാണ്. അത് കൊച്ചുകുട്ടികൾ പോലെ വലിയൊരു വരെ ഒറ്റപ്പെടൽ ഇല്ലെങ്കിലും അവരത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം നമ്മളിപ്പോ സംസാരിച്ചിരുന്ന ഈ ഫോൺ തന്നെയാണ് ഒരു പരിധി വരെ. അപ്പൊ ഈ ഒറ്റപ്പെടലിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. ഒരു ആർക്കെങ്കിലും വളരെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനില്ല, ആ ഒരു സമയത്തെ കുറച്ച് സമയം ചിലവഴിക്കുന്നു. ആ ഒറ്റപ്പെടലിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടാനായിട്ട് എവിടെന്നെങ്കിലും ഒരു സ്നേഹം കിട്ടുമ്പോൾ അങ്ങോട്ട് തേടി പോകുന്നത് ഇപ്പം സ്ഥിരമായിട്ട് കാണുന്നതാണ്. എനിക്കറിയാവുന്ന ഒരു പയ്യൻ തന്നെ, അവൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല, അതുപോലെ എനിക്കൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ചേച്ചി ഒന്ന് വായിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവന് അത് ഗിഫ്റ്റ് അയക്കുന്നു. ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതായത് വോയിസ് അയച്ചിട്ട്, ഈ പയ്യൻ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ട് ട്രാൻസ്ലേഷൻ വോയിസ് അയച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട്, ഞാൻ നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അയക്കുന്നു, നീ എനിക്ക് 10,000 രൂപ 15,000 രൂപ അയച്ചു വിടുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വോയിസ് അയച്ചത്. ഞാൻ കള്ളത്തരമാണ് കൊണ്ട് ആ പയ്യൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഞാൻ പിന്നെ അത് വിട്ടു. അത് നമ്മൾ പോയി ഒത്തിരി പറയുന്നത് ഉണ്ടല്ലോ, അത് വിട്ടു. അങ്ങനെ ഒത്തിരി ചതികൾ നടക്കുന്നുണ്ട്, എവിടെയാണെങ്കിലും നടക്കുന്നുണ്ട്. ഈ മാട്രിമോണിയൽ പോലുള്ള ചിലര് നാണക്കേട് കൊണ്ട് വെളിയിൽ പറയാതെ ഇരിക്കുന്നുണ്ടാവും. ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല, ഇന്ത്യയിൽ ഇപ്പോൾ വളരെയധികം നടക്കുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രതയായിരിക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ മാട്രിമോണിയിലുള്ള ആളുടെ ഫോട്ടോ കണ്ട് അവരെ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ, അവരുടെ ഹൃദയ രഹസ്യങ്ങളും പ്രണയവും പങ്കുവെക്കുന്നതിന് മുമ്പ് അവരെ പറ്റി നമ്മൾ സ്വകാര്യമായി അന്വേഷിക്കുക. അവരെവിടുത്തുകാരാണ്, എങ്ങനെയുള്ളവരാണ്, അവർ പറയുന്നതെല്ലാം സത്യമാണോ, മുഖ്യമായിട്ട് അവരുടെ ഫോട്ടോ കറക്റ്റ് ആണോ എന്നറിയാം. ഒരാളുടെ ഫോട്ടോ നമുക്ക് കിട്ടിയാൽ നമുക്കിപ്പോ ഗൂഗിളിൽ ഇട്ടാൽ AI അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒക്കെ ആൾക്കാരെ കാണാം. ഒട്ടുമൊക്കെ ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. ടെക്നോളജി വളരെയധികം ഉണ്ടല്ലോ, ആ ടെക്നോളജി വെച്ച് നമ്മൾ അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അവരുടെ വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അതിനുശേഷം മാത്രം ഒരു വിവാഹത്തിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളതായിരിക്കും വളരെ യുക്തിപൂർവമായ ഒരു കാര്യം. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നന്ദി.